ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SPC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരീക്ഷയിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം PDF ആയി ലഭിക്കുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: SPCയുടെ പൂർണ്ണരൂപം എന്താണ്? സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്. ഇതാണ് SPCയുടെ പൂർണ്ണരൂപം. രണ്ടാമത്തെ ചോദ്യം: SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏതാണ്? 2010 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം. മൂന്നാമത്തെ ചോദ്യം: SPC ദിനമായി ആചരിക്കുന്നത് എന്നാണ്? SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച ഓഗസ്റ്റ് 2-ാം തീയതിയാണ് SPC ദിനമായി ആചരിക്കുന്നത്. നാലാമത്തെ ചോദ്യം: SPC പതാകയുടെ നിറം എന്താണ്? നീല. അതായത് SPC പതാകയുടെ നിറം നീലയാണ്. അഞ്ചാമത്തെ ചോദ്യം: SPCയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? SPCയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് നാഷണൽ ഇൻ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. ആറാമത്തെ ചോദ്യം: SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിക്കുന്നത് 2010 ആഗസ്റ്റ് 27-നാണ്. ഏഴാമത്തെ ചോദ്യം: SPC കാഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ്? ആഗസ്റ്റ് 27-ാം തീയതിയാണ് SPC കാഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം: SPCയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ്? ആ സ്കൂളിലെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രധാന അധ്യാപികയാണ് ആ സ്കൂളിലെ SPCയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ. ഒൻപതാമത്തെ ചോദ്യം: സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ്? www.studentpolicecadet.org ആണ് SPCയുടെ ഔദ്യോഗിക വെബ് പേജ്. പത്താമത്തെ ചോദ്യം: SPCയുടെ വിർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രപരമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേരെന്താണ്? ഉത്തരം: അകലങ്ങളിലെ പ്രപഞ്ചം. 11ാമത്തെ ചോദ്യം: SPCയുടെ ഒരു പദ്ധതിയാണ് ചിരി. ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ചിരി എന്ന പദ്ധതിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. 12ാമത്തെ ചോദ്യം: SPC വിർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മഹാത്മാഗാന്ധി. 13ാമത്തെ ചോദ്യം: SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുവാനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പരയുടെ പേരെന്താണ്? ചിരിയോ ചിരി എന്നാണ് ആ കോമഡി പരമ്പരയുടെ പേര്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചിരിയോ ചിരി. 14ാമത്തെ ചോദ്യം: SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരെന്താണ്? DI അഥവാ ഡ്രിൽ ഇൻസ്ട്രക്ടർ എന്നാണ് അവരെ വിളിക്കുന്നത്. 15ാമത്തെ ചോദ്യം: SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ആ ജില്ലയിലെ ജില്ലാ കളക്ടറാണ് SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. SPC ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? K. ജയകുമാർ IAS ആണ് SPC ഗാനത്തിൻ്റെ രചയിതാവ്. 17ാമത്തെ ചോദ്യം: കേരളത്തിൽ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ SPC പദ്ധതി ആരംഭിച്ചത്? 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാജസ്ഥാൻ. 18ാമത്തെ ചോദ്യം: ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കാഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത്? ബ്രേക്ക് ഓഫ് പറയുമ്പോൾ SPC കാഡറ്റുകൾ റൈറ്റ് സൈഡിലേക്ക്, അതായത് വലതുഭാഗത്തേക്കാണ് തിരിയേണ്ടത്. 19ാമത്തെ ചോദ്യം: കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? പപ്പു എന്ന് പറയുന്ന ഒരു സീബ്രയാണ് കേരള പോലീസിൻ്റെ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം. 20ാമത്തെ ചോദ്യം ഇതാണ്: SPCയുടെ ദേശീയ ഗാനം ഏതാണ്? പന്ത് നായൻ ഹൈൻ ഹായ് ഹസിൻ ഉദാൻ എന്ന് തുടങ്ങുന്ന ഗാനമാണ് SPCയുടെ ദേശീയ ഗാനം. 21ാമത്തെ ചോദ്യം: SPCയുടെ ദേശീയ ഗാനം ആലപിച്ചത് ആരാണ്?
ഷാൻ എന്ന് പറയുന്ന ബോളിവുഡ് ഗായകനാണ് SPCയുടെ ദേശീയ ഗാനം ആലപിച്ചിരിക്കുന്നത്. 22ാമത്തെ ചോദ്യം, SPC പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം എന്താണ്? CPO എന്നാണ് SPCയുടെ ചുമതലയുള്ള അധ്യാപകർക്കുള്ള ഔദ്യോഗിക നാമം. 23ാമത്തെ ചോദ്യം, SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്താണ്? ദൃശ്യപാഠം എന്നാണ് SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര്. 24ാമത്തെ ചോദ്യം, കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ ആരാണ്? 26ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം P. വിജയൻ IPS. കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ P. വിജയൻ IPS ആണ്. 27ാമത്തെ ചോദ്യം, SPC പ്രൊജക്റ്റ് റിസൊല്യൂഷൻ നടപ്പിലാക്കിയത് എന്നാണ്, എവിടെ വെച്ചാണ്? 2011 ഡെറാഡൂണിൽ വെച്ച് നടന്ന 41ാമത് ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഗ്രസിൽ വെച്ചാണ് SPC പ്രൊജക്റ്റ് റിസൊല്യൂഷൻ നടപ്പിലാക്കിയത്. 28ാമത്തെ ചോദ്യം ഇതാണ്, SPCയുടെ ആപ്തവാക്യം എന്താണ്? വി ലേൺ ടു സെർവ് എന്നാണ് SPCയുടെ ആപ്തവാക്യം. 29ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏത് സ്കൂളാണ് SPC പ്രൊജക്റ്റിൻ്റെ കേരളത്തിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ചാല ഗവൺമെൻറ് ഹൈസ്കൂളാണ് കേരളത്തിലെ SPCയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. 30ാമത്തെ ചോദ്യം, SPC പ്രൊജക്റ്റിൻ്റെ സ്കൂൾ തല ചെയർമാൻ ആരാണ്? SPC പ്രൊജക്റ്റിൻ്റെ സ്കൂൾ തല ചെയർമാൻ ആ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ്. 31ാമത്തെ ചോദ്യം, SPCയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ് SPCയുടെ കേരളത്തിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. 32ാമത്തെ ചോദ്യം, ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ്? ജില്ലാതല നോഡൽ ഓഫീസർ DYSP റാങ്കിലുള്ള ഓഫീസറാണ്. 33ാമത്തെ ചോദ്യം, നാഷണൽ കാഡറ്റ് ഡേ എന്നാണ്? ജനുവരി 17-ാം തീയതിയാണ് നാഷണൽ കാഡറ്റ് ഡേ. 34ാമത്തെ ചോദ്യം, SPC പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം എത്രയാണ്? ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം 22 ആണ്. 35ാമത്തെ ചോദ്യം, SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ്? സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP ആണ് SPC പ്രൊജക്റ്റിൻ്റെ സംസ്ഥാന ഉപദേശക ചെയർമാൻ. 36ാമത്തെ ചോദ്യം, SPC കാഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കണം? 37ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 30 ഡിഗ്രി. 38ാമത്തെ ചോദ്യം, SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ് SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ. 38ാമത്തെ ചോദ്യം, SPCയുടെ ഐഡൻറ്റിഫിക്കേഷൻ സിംബൽ എന്താണ്? പോലീസ് യൂണിഫോമാണ് SPCയുടെ ഐഡൻറ്റിഫിക്കേഷൻ സിംബൽ. SPC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ 38 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് PDF ആയി ലഭിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ ക്വിസ് വീഡിയോസിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.